നമസ്കാരം. ചാനൽ 5+ലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. ഗൾഫിൽ നിന്നും നാട്ടിലേക്കുള്ള യാത്രാ കപ്പൽ എന്ന് എങ്ങനെ എന്ന ഈ പരമ്പരയിൽ ഇന്ന് പങ്കെടുക്കുന്നത് അതിനേറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിയാണ്. പ്രവാസികളോടൊപ്പം പ്രവാസികളുടെ ഈ സ്വപ്ന സാക്ഷാത്കാരത്തിനായി നിരന്തരം നിന്ന മലബാർ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ പ്രസിഡൻറ്റും പ്രമുഖ വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ സി ചാക്കുണ്ണിയാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഏത് വിധേനയും വരുന്ന ഓണത്തിന് മുമ്പ് തന്നെ, അതായത് 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ കപ്പൽ സർവീസ് സാധ്യമാക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയെന്ന് കേൾക്കാം. ഇപ്പോൾ 2019 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ആദ്യമായിട്ട് ഈ ആവശ്യം ഉന്നയിച്ചിട്ട് ഒരു കത്ത് ഞങ്ങൾ മലബാർ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ഭാരവാഹികൾ തിരുവനന്തപുരത്ത് പോയിട്ട് അദ്ദേഹത്തെ നേരിൽ കണ്ടുകൊടുത്തു. അദ്ദേഹം ഉടനെ തന്നെ പോർട്ട് സെക്രട്ടറിക്ക് ബേപ്പൂർ മീറ്റിംഗ് വിളിച്ച് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാനും എന്താണ് ഞങ്ങളുടെ ഉദ്ദേശം മനസ്സിലാക്കാൻ ഒരു യോഗം ബേപ്പൂർ വിളിച്ചു. 2019 യോഗം ബേപ്പൂർ വിളിച്ചത്. അതിലിവിടുത്തെ പോർട്ട് ഓഫീസറും ഇവിടുത്തെ പോർട്ട് ഉദ്യോഗസ്ഥരും മലബാർ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ ഭാരവാഹികളുമായിട്ട് പ്രാരംഭ ചർച്ചകൾ നടത്തി. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ഗോവയിൽ നിന്ന് ചില കപ്പൽ കമ്പനികൾ ഞങ്ങളെ സമീപിക്കുകയും അത് വീണ്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ പോർട്ട് സെക്രട്ടറി അറിയിക്കുകയും വീണ്ടും ബേപ്പൂർ യോഗം കൂടുകയും ചെയ്തു. അന്ന് നമ്മൾ ഉദ്ദേശിച്ചത് ബേപ്പൂരിൽ നിന്ന് 500, 600, 700 ആൾ വരെയുടെ കപ്പലോട് അടുപ്പിക്കാൻ കഴിയുന്ന പറഞ്ഞത്. ആ കപ്പൽ ജബിലേലി പോർട്ടിലേക്കാണ് അന്ന് നമ്മൾ പ്രപ്പോസ് ചെയ്തിരുന്നത്. അങ്ങനെ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് കോവിഡ് വന്നത്. കോവിഡ് വന്ന് ആ പദ്ധതി അവിടെ ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും 2023 ആദ്യത്തിൽ മുൻ പതിവിനേക്കാൾ ഭയങ്കരമായിട്ടുള്ള വിമാനക്കൂലിയാണ് വർദ്ധിച്ചത്. അതിനിടയ്ക്ക് ഞങ്ങൾ 1-2 തവണ ദുബായിൽ പോയി അവിടെ വിമാന കമ്പനികളെ കണ്ടു. അപ്പോൾ വിമാന കമ്പനികൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ എയർപോർട്ട്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ എയർപോർട്ട് കരിപ്പൂരാണ്. 10 വർഷമായിട്ട് ഈ ബൈലാറ്ററൽ അഗ്രിമെൻ്റ് പ്രകാരം ഒരു സീറ്റ് പോലും വർദ്ധിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അതിന് നിങ്ങളുടെ സർക്കാർ അനുമതി തരികയാണെങ്കിൽ നിങ്ങൾ എത്ര ഫ്ലൈറ്റ് വേണമെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന്. ശ്രീലങ്കൻ എയർലൈൻസ് ഇവിടുന്ന് കൊളംബോ വഴിക്ക് ഫ്ലൈറ്റ് നടത്തിയിരുന്നു. അതിലൊക്കെ ഞങ്ങൾ ചൈനയിൽ പോയൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നമുക്ക് ശ്രീലങ്കൻ വഴിക്ക് പോയാൽ 90 ഡെസ്റ്റിനേഷനിലേക്ക് നമ്മുടെ സാധാരണ പ്രവാസികൾക്ക് അമിത വിമാന നൽകാതെ പോകാൻ കഴിയുമായിരുന്നു. ആ ശ്രീലങ്കൻ എയർലൈൻസും ഇല്ലാതെ പിന്നെ കേവലം നമ്മൾ ചെറിയ വിമാനങ്ങളെ ആശ്രയിക്കേണ്ട ഒരവസ്ഥയിലായി. അത് ചൂഷണം ചെയ്തിട്ട് ആഘോഷ അവധികളിൽ വിമാന നിരക്ക് കുത്തനെ ഉയർത്തുന്ന അവസ്ഥയുണ്ടായി. ആഘോഷ അവധികൾ, കല്യാണങ്ങൾ ഒഴിവാക്കാം, ചികിത്സയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ടവർ മരിച്ചാലും മറ്റവർക്ക് വരാൻ പറ്റാത്തത്ര ഈ റേറ്റ് വരുന്നപ്പോൾ നിങ്ങൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് മലബാർ ഡെവലപ്മെൻറ്റ് കൗൺസിൽ 2023 ജനുവരിയിൽ ഒരു നിവേദനം സമർപ്പിച്ചു. 15 ദിവസം കഴിഞ്ഞിട്ട് അത് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഓഫീസിൽ നിന്ന് കറക്റ്റായിട്ട് മറുപടി വന്നു. വിമാന നിരക്ക് നിർണ്ണയിക്കുന്നു, വിമാന കമ്പനി ലാഭമൊക്കെ അവരുടെ പരിധിപ്പെട്ട കാര്യമാണ്. വ്യോമയാന മന്ത്രാലയത്തിനോ കേന്ദ്ര സർക്കാരിനോ അതിൽ ഒന്നും ചെയ്യാൻ കഴിയാമെന്നുള്ള മറുപടിയാണ് കിട്ടി. അപ്പോഴാണ് വീണ്ടും ഞങ്ങൾ ഈ കപ്പലിൻ്റെ ആവശ്യം ഉന്നയിച്ചിട്ട് വീണ്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമീപിക്കുകയും എന്തോ ഒരു പ്രത്യേക താല്പര്യം അദ്ദേഹം ഈ കാര്യത്തിൽ കാണിച്ചു. അതിന് പുറമെ കഴിഞ്ഞ ബഡ്ജറ്റിൽ, അതിന് മുമ്പത്തെ ബഡ്ജറ്റിലും പ്രവാസികളുടെ യാത്രാ ക്ലേശം പരിഹരിക്കാൻ സബ്സിഡി കൊടുക്കാനായിട്ട് 15 കോടി വകയിരുത്തിയിട്ടുണ്ട്. അത് എല്ലാം കൂടി കണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുകയും മുഖ്യമന്ത്രി തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർഗോയൽ കാണുകയും കോഴിക്കോട്, കായംകുളം, തിരുവനന്തപുരം 5 മീറ്റിങ്ങൾ മാരിടൈം ബോർഡും തുറമുഖ വകുപ്പും കമ്പൈൻഡായിട്ട് നടത്തി ഇതിൻ്റെ സാധ്യത പഠനങ്ങൾ പഠിച്ച് ഞങ്ങൾ ദുബായി പോയിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് സമർപ്പിക്കാൻ യോഗ തീരുമാനപ്രകാരം അവർ ഞങ്ങളെ ഓതറൈസ് ചെയ്ത് ഞങ്ങൾ 5 അംഗ സംഘം ദുബായി പോയി. ആഗസ്റ്റ് 1 അവിടെ പോയത്. ആഗസ്റ്റ് 1 പോകാൻ കാരണം പണ്ട് ഡോക്ടർ അബ്ദുൾ എന്ന് പറഞ്ഞ ഒരു വ്യക്തി
കേരളത്തിലേക്ക് 2 തവണ കപ്പൽ സർവീസ് നടത്തിയ വ്യക്തിയാണ് ഞങ്ങൾ പോയി കണ്ടത്. അദ്ദേഹം നടക്കുന്നൊരു പദ്ധതിയാണ്. അന്നത്തെക്കാൾ സ്കോപ്പുണ്ട്. അദ്ദേഹം ചില പാരകളുടെ മറ്റങ്ങളൊക്കെ അതിനെ തുടർന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞു. നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് അദ്ദേഹം തന്നു. അവിടുന്ന് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുമ്പോഴാണ് നമുക്ക് മാരിടൈം ബോണ്ട് ആഗോള ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് ബോംബെയിൽ നടന്നു. ആ ബോംബെയിൽ നടന്നപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിലെ തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർഗൂരും തുറമുഖത്തിൻ്റെ ഉദ്യോഗസ്ഥരും മാരിടൈം ബോണ്ട് ചെയർമാൻ ശ്രീ NS പിള്ള അദ്ദേഹം വളരെയധികം താല്പര്യം അക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. അവരെല്ലാം ബോംബെ പോയി ആ സമ്മേളനത്തിൽ വെച്ചിട്ട് നമ്മുടെ അന്നത്തെ ഗതാഗത മന്ത്രി ആൻ്റണി രാജു അങ്ങനെ അവിടെ ഞങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചു. എല്ലാ അനുമതിയും കിട്ടി. ദുബായിൽ ഞങ്ങൾ നേരെ വന്നത് പോയത് കേന്ദ്ര ആഭ്യന്തര സഹവകുപ്പ് മന്ത്രി മുരളീധരൻ മിനിസ്റ്ററത്തേക്ക് പോയി. കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് നേരെ അദ്ദേഹത്തെ പോയി കൊണ്ടു. അപ്പോൾ അദ്ദേഹം നിവേദനം വഴി പറഞ്ഞു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ പിന്തുണയും അദ്ദേഹം വാഗ്ദത്തം ചെയ്തു. അദ്ദേഹം വാഗ്ദത്തം പാലിക്കുകയും ചെയ്തു. കാര്യങ്ങളൊക്കെ ഏറെക്കുറെ പ്രോഗ്രസ്സായി പോകുമ്പോൾ നമ്മുടെ ദുബായിൽ ഞങ്ങളുടെ ഒരു കോർഡിനേറ്റർ ഉണ്ട്. പിന്നെ മുമ്പ് ദുബായിൽ നിന്ന് കൊച്ചിക്ക് കേരളത്തിലേക്ക് 3000 യാത്രക്കാരെ കൊണ്ടുവന്ന ഡോക്ടർ അബ്ദുൽ കരീം സാറും കൂടി ഡിസംബർ 20 ദുബായിൽ നിന്ന് ആദ്യത്തെ കപ്പൽ പുറപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പാക്കേജ് ഉണ്ടാക്കുകയും 12,500 പേര് അത് യാത്ര ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ മലബാർ ഡെവലപ്മെൻറ്റ് കൗൺസിലിനെ രജിസ്റ്റർ ചെയ്തിട്ട് ആ പദ്ധതി ഇവിടെ അറിയിച്ചപ്പോൾ 2 കാരണങ്ങളാണ് പറഞ്ഞത്. ഒന്നത് സർക്കാർ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മളത് ടെൻഡർ വിളിക്കാതെ നമ്മൾ ഏർപ്പാട് ചെയ്ത കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നാളെ അതിനൊരു ആരോപണം വരും. ഒന്ന്. അതിലുപരിയായി രണ്ടാമത് പറഞ്ഞ് നവകേരള സദസ്സ് കഴിയട്ടെ എന്നിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ നവകേരള സദസ്സിൽ കോഴിക്കോട് വെച്ച് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വീണ്ടും ഈ ആവശ്യം എക്സ്പെഡൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു നിവേദനം കൊടുത്തു. അങ്ങനെ കാര്യങ്ങളൊക്കെ വളരെയധികം മുന്നോട്ട് പോയി. അത് നവകേരള സദസ്സ് കഴിഞ്ഞുകൊണ്ട് എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ അതുവരെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്ന ബഹുമാനപ്പെട്ട അഹമ്മദ് ദേവർഗോൾ സാറ് ആ വകുപ്പ് അദ്ദേഹത്തെ മാറ്റി നമ്മുടെ വളരെ പ്രഗത്ഭനായ ശ്രീ വാസവൻ സാറിനെ ഏൽപ്പിച്ചു. ആ ഒരു ഗ്യാപ്പ് അവിടെ വന്നു. വീണ്ടും ഞങ്ങൾ ജനുവരി 26 ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രിയെ കാണാൻ തിരുവനന്തപുരത്ത് പോയി. അപ്പോൾ അദ്ദേഹത്തിന് പതാകത്ത് വേറെ ജില്ലയിലായതുകൊണ്ട് അദ്ദേഹത്തിന് സെക്രട്ടറി ആയിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയും ടെൻഡർ വിളിക്കാൻ തീരുമാനമായി. അങ്ങനെ ടെൻഡർ വിളിച്ചു. അതിൽ നമ്മുടെ മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ളയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മറ്റെല്ലാവരും വളരെയധികം താല്പര്യം കാണിച്ചു. നോർക്ക സെക്രട്ടറി എല്ലാവരും ഞങ്ങൾ ഇടയ്ക്കിടെ കമ്പനി മീറ്റിംഗ് കൂടും. എല്ലാം കൂടി ഞങ്ങൾ പ്രതീക്ഷയേക്കാൾ വലിയ പ്രതികരണമാണ്. നിരവധി കപ്പൽ കമ്പനികൾ ടെൻഡർ സമർപ്പിച്ചു. പക്ഷേ ഈ ടെൻഡറിൻ്റെ കാലാവധി മെയ് 22 വരെയായിരുന്നു. സമർത്ഥനായ മാരിടൈം ബോർഡ് ചെയർമാൻ സർക്കാരിൻ്റെ അനുമതിയോടെ കൊച്ചിയിൽ ഈ ലഭിച്ചിടത്തോളം ഷിപ്പിംഗ് കമ്പനിയുടെ ഒരു മീറ്റിംഗ് വിളിക്കുകയും ആ മീറ്റിങ്ങിൽ നോർക്കയുടെ പ്രതിനിധി, കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ ഡയറക്ടർ, കേരള ഇൻലൻഡ് ടൂറിസ്റ്റ് ഡയറക്ടർ, അങ്ങനെ ബന്ധപ്പെട്ട എല്ലാ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും മലബാർ ഡെവലപ്മെൻറ്റ് കൗൺസിൽ പ്രതിനിധിയും പങ്കെടുത്ത് വളരെ സജീവമായ മീറ്റിംഗ് നടത്തി. ആ മീറ്റിങ്ങിൽ ബോംബെ നിന്ന് മറ്റെല്ലാം ഒരുപാട് കപ്പൽ കമ്പനികളും വിദേശത്തുള്ള കപ്പൽ കമ്പനി പ്രതിനിധിയും പങ്കെടുത്ത് വളരെ എഫക്റ്റീവായ മീറ്റിങ്ങായി. കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ധാരണയിലായി. ഇപ്പോൾ അവിടെയും പിന്നെ ചെറിയൊരു നിയമപ്രശ്നം വന്ന ശരി ടെൻഡർ 22 വരെ സ്വീകരിക്കണമല്ലോ. അതിന് മുമ്പ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. ആ ടെൻഡർ സ്വീകരിച്ചു. അതിനിടയ്ക്ക് ഇവിടെ നമ്മുടെ കേരള സർക്കാരിൻ്റെ സെക്രട്ടറി ആയിരുന്ന ഗുജറാത്തിലെ സെക്രട്ടറിക്ക് ഞങ്ങൾ കത്തെഴുതി. അതേപോലെ ഗുജറാത്തിലെ മാരിടൈം ചെയർമാനാണ്. അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യം കേരളത്തിലുണ്ട്. അദ്ദേഹം വളരെ റിലയബിളായിട്ടുള്ള 4 കപ്പൽ കമ്പനികളുടെ ലിസ്റ്റ് ഞങ്ങൾക്ക് അയച്ചു തന്നു. അവരും താല്പര്യം കാണിച്ച് അയച്ചു തന്നു. പിന്നെ അവിടുത്തെ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ അവർ ഈ എൻ്റെ അറിവിൽ ഈ പ്രായത്തിൽ ഞാൻ പല വേദികളും ഒരു എളിയ പ്രവർത്തനം എനിക്ക് ഇത്രയധികം അംഗീകാരവും സപ്പോർട്ടും കിട്ടിയ എല്ലാ ഭാഗത്തും കിട്ടിയ ഒരു പദ്ധതി വേറെ ഇല്ല. നമ്മൾ പല കാര്യം ശ്രമിച്ചിട്ടുണ്ടെങ്കിലും
അങ്ങനെ കാര്യങ്ങളെല്ലാം വളരെ ശുഭകരമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചത്തെ ലീവിനോ അല്ലെങ്കിൽ 3 ദിവസത്തെ ലീവിനോ വരുന്നവർക്കൊന്നും ഈ കപ്പൽ സർവീസ് പ്രായോഗികമല്ല. ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് പണ്ട് നമ്മുടെ മക്കളോ പെൺകുട്ടികളൊക്കെ അവിടെ പ്രസവത്തിൻ്റെ അവർ നാട്ടിലേക്ക് വരാറാണ് പതിവ്. ഇപ്പം അത് മാറിയിട്ട് അവരുടെ അമ്മ അങ്ങോട്ട് 3-4 മാസത്തേക്ക് പോവുക ചെയ്യണം. അങ്ങനത്തെവർക്ക് 200 കിലോ ലഗേജായിട്ട് 3 ദിവസം എടുത്താലും കുഴപ്പമില്ല, പോകാൻ കഴിയും. അപ്പോൾ ഒരു ബദൽ സംവിധാന നിലയ്ക്ക് വിമാന കമ്പനികളുടെ പകൽക്കൊള്ളാമെന്ന് ഞാൻ പറയുന്നില്ല, ചൂഷണത്തിന് ബദൽ സംവിധാനം ഇല്ലാത്തതാണ് ഉള്ളത്. ഏതായാലും കാര്യങ്ങൾ ഇത്രയ്ക്കായി. ഞങ്ങൾ വീണ്ടും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ മിന്നൽ സമരം വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കൊരു മെയിൽ അയക്കുകയും മുഖ്യമന്ത്രി വീണ്ടും അത് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുറമുഖ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ള കത്ത് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് പ്രതീക്ഷപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഏതായാലും അടുത്ത ഓണത്തിന് മുമ്പെങ്കിലും, ഇനിയിപ്പോൾ നമുക്ക് സർക്കാരിൻ്റെ 4ാം വാർഷികം വരെയാണ്. അത് വന്നു കഴിഞ്ഞാൽ ആഘോഷം കുറച്ച് കഴിഞ്ഞിട്ടുള്ളത്. 4ാം ലോക കേരള സഭ അടുത്ത 13-ാം തീയതി മുതൽ ജൂലൈ 13 ആരംഭിക്കുക. അതിനു മുമ്പെങ്കിലും ഇതിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങുമെന്നും ഓണ അവധിക്ക് മുമ്പായിട്ട് ഈ സർവീസ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇത് യാത്രക്കാരെ മാത്രമല്ല ടൂറിസ്റ്റുകൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. പിന്നെ അടുത്ത കാലത്തായിട്ട് നമ്മൾ കേരളത്തിൽ ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നിട്ടുണ്ട്. ആയുർവേദ ചികിത്സയ്ക്ക് എത്രയോ നല്ല മികച്ച സെൻറ്ററുകൾ വന്നിട്ടുണ്ട്. നമുക്ക് ഗോഡ്സ് ഓൺ കണ്ടിരുന്നാൽ ഒരുപാട് സാധ്യതകൾ പ്രകൃതി നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ മഴ പ്രളയമൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അതൊക്കെ നമുക്ക് യഥാസമയം ഉപയോഗിക്കാം. ഇവിടുത്തെ കാർഷിക മേഖലയ്ക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 4000 കിലോ ഒരു ഷാർജയിലെ സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഹലുവ പോയിരുന്നതാണ് കരിപ്പൂരിന്ന്. കയറ്റുമതി 14.5% വർദ്ധിച്ചിട്ടുണ്ട്. കോവിഡിന് ശേഷം യാത്രക്കാർ ദേശീയ അന്തർദേശീയ യാത്രക്കാർ ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. 10 കൊല്ലമുള്ള അതേ സീറ്റ് തന്നെ ഇപ്പോഴും ഈ ബയലാറ്ററൽ അഗ്രിമെൻറ്റിൽ നമുക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ആവശ്യകത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എല്ലാ തടസ്സങ്ങളും മാറിയിട്ടുണ്ട്. ഇത് കേരളത്തിൻ്റെ ഇനിയിപ്പോൾ വിഴിഞ്ഞം പോർട്ടും കൂടി വരാൻ പോവാം. വിഴിഞ്ഞം പോർട്ടും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൻ്റെ നികുതി വർദ്ധിപ്പിക്കാൻ കഴിയില്ല. നികുതി അതിൻ്റെ ടോപ്പിലെത്തിക്കഴിഞ്ഞു. കേന്ദ്രത്തിനെ മാത്രം നമ്മൾ ആശ്രയിക്കണം. അതേസമയത്ത് നമുക്ക് ഇവിടെ തന്ന ആ അവസരങ്ങളും ആ സംവിധാനം യഥാർത്ഥം ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. വയനാടൊക്കെ നമ്മൾ പണ്ട് ഞാൻ മലേഷ്യയൊക്കെ പോയിരുമ്പോൾ അതിലപ്പുറമൊന്നും വയനാട്ടിലേക്ക് കാണാൻ ഒന്നുമില്ല. അവിടെ കേബിൾ കാറിൻ്റെ പദ്ധതി വയനാട് ചേംബർ കൂടി വരാൻ പോവുക, തുരങ്കപാത വരാൻ പോവുക, നോളജ് സിറ്റി വലിയ ലെവലിൽ വരാൻ പോവുക. അപ്പോൾ മലബാറിൽ ഒരു പടി ബേപ്പൂരൊക്കെ എത്ര ടൂറിസ്റ്റുകൾ വരുന്നത്, കേരളത്തിലെ ബേക്കിലും എല്ലാം ഒരുപടി ടൂറിസ്റ്റ് സെൻറ്ററുകൾ വളരെയധികം ഈ സർക്കാരിൻ്റെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പൽ സർവീസ് കൂടി വരികയാണെങ്കിൽ മലബാറിൻ്റെ ടൂറിസം മേഖലയ്ക്ക് മാത്രമല്ല, കാർഷിക മേഖലയ്ക്കല്ല, ചികിത്സാ മേഖലയ്ക്ക്, അലോപ്പതി ആൻഡ് ആയുർവേദ മേഖലയ്ക്ക്, എല്ലാ മേഖലയ്ക്കും വളരെ ഗുണം ചെയ്യും. നമ്മുടെ വരുമാനം വളരെയധികം വർദ്ധിപ്പിക്കാൻ കഴിയും. പ്രവാസികളുടെ ദീർഘനാളായിട്ടുള്ള ഈ വിമാന കമ്പനികളുടെ ചൂഷണത്തിൽ നിന്ന് സീസൺ നോക്കി റേറ്റ് വർദ്ധിക്കൽ, ഡൈനാമിക് റേറ്റ്, ഫ്ലെക്സി റേറ്റ് നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനും കഴിയും. അതിന് പുറമെ 200 കിലോ കൊണ്ടുപോകാൻ കഴിയും. ഈ റേറ്റിന് പിന്നെ 10000 റുപ്യക്ക് കൊണ്ടുപോകാൻ പറ്റുള്ള സംശയമുള്ളത്. അതിൻ്റെ ഒരു പാക്കേജ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് സമർപ്പിക്കുന്നത്. എങ്ങനെ 10000 റുപ്യക്ക് കൊണ്ടുപോകാന്നുള്ളതിൻ്റെ ഒരു പാക്കേജും ഞങ്ങൾ അടുത്ത ദിവസം സമർപ്പിക്കുന്നുണ്ട്. എത്രയും വേഗം ഓണത്തിന് മുമ്പ് തന്നെ ഇത് നമുക്കിതിന് മോചനത്തിന്, വിമാന കമ്പനികളുടെ ഈ ചൂഷണത്തിൽ നിന്നും സാധാരണക്കാരന് 2 കൊല്ലമായിട്ട് ഒരിക്കൽ പോലും നാട്ടിൽ വരാൻ പറ്റാത്ത അവസ്ഥയാണ് സാധാരണ യാത്രക്കാർക്ക്. മറ്റുള്ളവർക്ക് സ്വന്തം വിമാനങ്ങൾ വരെയുണ്ട് ഇവിടെ. അത് വളരെ ഉപകാരപ്രദമായിരിക്കും. അത് നടക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനെല്ലാവരുടെ സഹകരണം ഒരിക്കൽ കൂടി ഉണ്ടാവും. എത്രയും വേഗം നമുക്ക് യാത്രാക്കപ്പൽ എന്നുള്ള വാക്കായിട്ട് ചരക്ക് കയറ്റി വൺ വർധന ഉണ്ടായിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം ചെരുപ്പ് ഉൽപ്പാദിക്കുന്ന യൂണിറ്റ് കോഴിക്കോടാണുള്ളത്. എത്രയോ യൂണിറ്റ് ചെരുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവരൊക്കെ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കയറ്റ് ഇറക്കുമതിക്കൊക്കെ വേണ്ടി നമുക്ക് രാജ്യത്തിന് സമ്പദ്ഘടനയ്ക്ക് തന്നെ വലിയൊരു പങ്ക് വഹിക്കുന്ന പ്രവാസികൾ ഈ കപ്പൽ സർവീസ് വരുന്നതോടുകൂടി നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനും വളരെയധികം ഇടവരുത്തും.